കോളേജുകളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന പരാതികളുടെ എണ്ണമുണ്ട്. ആ എണ്ണങ്ങളിൽ 1000-ൽ പരം കേസുകളുണ്ട്. 2019 മുതൽ 2019-2020 173 പരാതികളാണ് ഈ തരത്തിൽ ജാതി വിവേചനവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റികൾ, കോളേജുകളിൽ നിന്ന് വന്നിട്ടുള്ളത്. 2023-24 എണ്ണം കൂടുകയാണ്, 378 ആകുന്നു. 2019-20 മുതൽ 2023-24 വരെയുള്ള കാലയളവിൽ 704 സർവകലാശാലകളിലും 1553 കോളേജുകളുമായി 1260 പരാതികൾ ഉണ്ടായിരിക്കുന്നു. ഇതിൽ 1052 എണ്ണം തീർപ്പാക്കിയെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് തീർപ്പാക്കുന്നത്? ഒരു പരാതി ഉയരുമ്പോൾ അതെങ്ങനെയാണ് തീർപ്പാക്കുന്നത്? ആ അധ്യാപകൻ ഒരു പക്ഷേ മാപ്പ് പറയുമായിരിക്കാം, അങ്ങനെ അത് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഗൗരവത്തിൽ എത്രത്തോളം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ SC/ST കമ്മീഷൻ ആ വീട്ടിലെത്തി മൊഴിയെടുക്കുന്നുണ്ട്. SC/ST ആക്ട് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. അതിലപ്പുറം എത്രത്തോളം നീങ്ങും എന്നുള്ളതാണ്. നമ്മൾ മാധ്യമങ്ങൾ ആ ഘട്ടത്തിൽ ഇവർക്കൊപ്പം നമ്മൾ നിൽക്കുന്നു. കുറേ ദിവസങ്ങൾ അത് ചർച്ച ചെയ്യുന്നു. വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധമായി ഇറങ്ങുന്നു. അതിലപ്പുറം ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. ഈ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ്, സ്വകാര്യ ഡെന്റൽ കോളേജ് എങ്ങനെയാണ് ഇത്രയധികം ഏക്കർ, 500 ഏക്കറിലധികം വരുന്ന സ്ഥലമുണ്ടെന്നാണ് പറയുന്നത്. ഇത്രയും ഏക്കറിൽ ഈ ഒരു കോളേജ് എങ്ങനെയാണ് അവിടെ വരുന്നത്? അതിന് പിന്നിൽ ആരാണ്? ആ കോളേജിൽ യഥാർത്ഥത്തിൽ നിയമവ്യവസ്ഥ അനുസരിച്ചാണോ പ്രവർത്തിക്കുന്നത്? ആ പരിശോധനയും വേണ്ടതാണ്. അത് പരിശോധിക്കുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളും ഒരുപക്ഷെ പ്രതിക്കൂട്ടിലാകും. കാരണം അത് എങ്ങനെയാണ് അത് അവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ള നേരത്തെയും പരാതികൾ വന്നിട്ടും എന്ത് നടപടിയെടുത്തു എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഏതായാലും നിതിൻ്റെ കാര്യത്തിൽ നിതിന് നീതിയില്ല, നിതിൻ്റെ കുടുംബത്തിന് നീതി കിട്ടുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നീതി കിട്ടേണ്ടതുണ്ട്, പക്ഷേ പ്രതീക്ഷയില്ല. ഇനിയും അടുത്ത കേസ് എന്ന രൂപത്തിൽ തന്നെ ഇത് പോകുമെന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം.